മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് അവലോസ് പൊടിയുടെ റെസിപ്പിയാണ്. അവലോസ് പൊടിക്ക് ചില സ്ഥലങ്ങൾക്ക് പൂരം വറുത്തത് എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കേട്ടോ പറയാറ്. സാധാരണയായിട്ട് അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം അരിയും തേങ്ങയൊക്കെ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് അവലോസ് പൊടിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. ഒരുവിധ എല്ലാ വീടുകളിലും വേസ്റ്റ് ബിന്നിലാണ് ഈ ബ്രെഡിൻ്റെ സ്ഥാനം. ഫസ്റ്റിലും ലാസ്റ്റിലുള്ള ഈ ബ്രെഡ് ഇതാർക്കും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഇതിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് പീസസ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നേരം പൊടിച്ചെടുക്കരുത് കേട്ടോ, കാരണം അങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കട്ട കെട്ടാൻ തുടങ്ങും. നമ്മളിത് ജസ്റ്റ് കുറച്ച് സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ബ്രെഡ് മുഴുവനായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ജീരകം, ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ എള്ള്. ശരിക്കും ഇതിലേക്ക് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് എള്ള് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾ കറുത്ത എള്ള് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് സെക്കൻഡ് നേരം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. തേങ്ങയുടെയും എള്ളിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കറക്റ്റ് അളവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ഏതാണ്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് ചേർത്ത സമയത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച മാതിരിയൊക്കെ തോന്നും. കുഴപ്പമില്ല, നമ്മളത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് കട്ടയെല്ലാം ഇട്ടിട്ട് അത് കറക്റ്റ് പാകത്തിലേക്ക് ആയി വരും. ഇതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ സൗണ്ട് ചെറുതായിട്ട് ചേഞ്ച് ആയി വരാൻ തുടങ്ങും. ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് ചെറിയൊരു കിരികിരിപ്പ് സൗണ്ട് എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു പാകം വരെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ കറക്റ്റ് പാകം ആയി കിട്ടും. ഇത് നല്ലതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു 4-5 ദിവസമൊക്കെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നല്ല എയർ ടൈറ്റായുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ച്ചാൽ മതി. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. അവലോസ് പൊടിയുടെ കറക്റ്റ് പാകമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം മധുരത്തിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിലും വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പോൾ ഈ ഒരു അളവിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകമാണ്. ഇനി ഇത് കുറച്ച് സെക്കൻഡ് നേരം ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 30 സെക്കൻഡ് നേരം വരെ. കാരണം അതിൽ കൂടുതൽ നേരം നമ്മൾ ചെയ്യേണ്ട, കാരണം പഞ്ചസാരയൊക്കെ അങ്ങനെ മെൽറ്റായി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആ പാകമൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ്. ഇപ്പോൾ അവലോസ് പൊടി ഇവിടെ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് കൂടുതൽ മൂക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അവലോസ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്യണത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയും നേരമെങ്കിലും മിനിമം നമ്മളത് ചെയ്തെടുക്കണം. എങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് അത് ബ്രെഡാണെന്നൊന്നും ഫീൽ ചെയ്യില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ.